പിണറായി കൂട്ടക്കൊലക്കേസ് പ്രതി സൗമ്യ ജയിലിൽ തൂങ്ങി മരിച്ചു. ആത്മഹത്യ വിചാരണ തുടങ്ങാനിരിക്കെ മാതാപിതാക്കളെയും മകളെയും എലിവിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സൗമ്യ ജയിലിൽ തൂങ്ങി മരിച്ചു. കണ്ണൂർ വനിതാ ജയിലിലാണ് സൗമ്യ ആത്മഹത്യ ചെയ്തത്. അവിഹിത ബന്ധങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നതിന് മാതാപിതാക്കളെയും മകളെയും ക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സൗമ്യയെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേസിലെ ഒരേയൊരു പ്രതിയെ മതിയായ സംരക്ഷണം നൽകാതെ സൂക്ഷിച്ചതിന്റെ പേരിൽ ഗുരുതരമായ വീഴ്ചയാണ് ജയിൽ അധികൃതർ വരുത്തിയിരിക്കുന്നത്. കാമുകനുമായി ജീവിക്കുന്നതിന് വീട്ടുകാർ തടസ്സമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 3 പേരെയും വിഷം നൽകി സൗമ്യ കൊല്ലുകയായിരുന്നു. പിന്നീട് ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതിയെ സുരക്ഷയില്ലാതെ പാർപ്പിച്ചതാണ് വിമർശിക്കപ്പെടുന്നത്. താൻ തനിച്ചാണ് കൊല ചെയ്തതെന്നാണ് സൗമ്യ പോലീസിനോട് പറഞ്ഞത്. കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് പ്രതി ആത്മഹത്യ ചെയ്തത്. ജയിലിൽ സൗമ്യ വളരെ ശാന്ത സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നതായും തടവുകാരുമായി പെട്ടെന്ന് തന്നെ ചങ്ങാത്തത്തിലായെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ജയിലിനകത്ത് കുട നിർമ്മാണമായിരുന്നു ജോലി. കുട നിർമ്മിച്ച് ദിവസത്തിൽ 63 രൂപ സൗമ്യ സമ്പാദിച്ചിരുന്നു. കൊലപാതകങ്ങളിൽ തനിക്കു മാത്രമേ പങ്കുള്ളൂ എന്നാണ് സൗമ്യ ആവർത്തിച്ച് മൊഴി നൽകിയത്. എന്നാൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടോ, പെൺവാണിഭ സംഘത്തിന് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ബന്ധുക്കളായി സഹോദരി അടക്കമുള്ളവർ ഉണ്ടെങ്കിലും ജയിലിൽ ഒരു അഭിഭാഷകനല്ലാതെ ഇതുവരെ സൗമ്യയ്ക്ക് സന്ദർശകർ ആരുമില്ലായിരുന്നു. ഫിലിം കാട്ട്. ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾക്കൊപ്പം നിന്നവർ, ഞങ്ങളെ വിശ്വസിച്ചവർ 4 ലക്ഷം സബ്സ്ക്രൈബുമായി മുന്നോട്ട് തന്നെ. എല്ലാവർക്കും നന്ദി. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം കൂടൂ. ഫിലിം കാട്ട്.